ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. അപ്പോ അവന് ഇത് അങ്ങനെ ഉണ്ടാക്കിയതാണോ? അത് പറയാനുണ്ടോ? അവൾക്കതിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ഒക്കെ ചെയ്യാലോ. എടാ ശ്രീകർ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതെല്ലാം പുറത്തു വന്നിട്ടും അവന് നിന്റെ ഭാര്യ എന്നുള്ള കാര്യം നിന്റെ ഓർമ്മയിൽ പോലും ഇല്ലേ? നന്നായിട്ട് നോർത്തു നോക്കടാ. ഇപ്പൊ അവനുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടില്ല. അവനെ എന്നെങ്കിലും ഒരിക്കല് ഇതുപോലൊരവസ്ഥയിലേക്ക് തരം താഴുമെന്നും ഞാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നമ്മേ. അതുകൊണ്ടാ ഇങ്ങനൊരു സർട്ടിഫിക്കറ്റ് ഞാൻ റെഡിയാക്കി വെച്ചിരുന്നത്. അവനി നമ്മളെ എല്ലാവരെയും വഞ്ചിക്കാൻ വേണ്ടി എന്തൊക്കെ ശ്രമങ്ങളാ നടത്തുന്നതെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. വഞ്ചിക്കുന്നത് നിഹാരിയാണ് വേദവതിയമ്മേ. നിങ്ങൾ ആരും ഇവളുടെ ട്രാപ്പിൽ വീഴാൻ പാടില്ല. ഇനി നീ ഒന്നും പറയണ്ട മുരളി. അവനിയോടൊപ്പം ചേർന്ന് നീ ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. നീ തുടക്കത്തിൽ തന്നെ അവന് എന്റെ അനിയത്തിയൊന്നുമല്ല, അനിയത്തിയെ പോലെയാണെന്ന് പറഞ്ഞിരുന്നെങ്കില് ഇപ്പൊ നിന്റെ വാക്കുകൾ വിശ്വസിക്കുമായിരുന്നു. ഇവളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അന്ന് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ നീ പറഞ്ഞിരുന്നെങ്കിൽ അന്ന് ഞങ്ങളിത് ആലോചിച്ചേനെ. ഇങ്ങനെയൊക്കെ സംഭവിച്ച ശേഷം ഇനി അവനെ ഞങ്ങൾ വിശ്വസിക്കില്ല. അവനി, നീയും ആ സുജാതിയും എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ മുമ്പിൽ നാടകം കളിച്ചു. ഇനി നിങ്ങളെ 3 പേരെയും വിശ്വസിക്കുന്ന പ്രശ്നമില്ല. ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളൊന്നും അബദ്ധത്തിൽ പോലും വിശ്വസിക്കില്ല. ഒരടി മുന്നോട്ട് വെക്കരുത്. വേദവതിയമ്മേ, അവളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നീ ഒന്നും പറയരുത്. ഇനി മേലാൽ ഇങ്ങോട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞു വരരുത്. പോകാൻ നോക്കി രണ്ടുപേരും. എത്ര സ്നേഹത്തോടെ നിന്നെ കണ്ടത്. പക്ഷെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇനി ഒരിക്കൽ കൂടി നീയോ ഇങ്ങനെയുള്ളവരെയോ ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്ക് എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കേണ്ടി വരും. ഇറങ്ങി പോവാൻ നോക്ക്. 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളെ കല്യാണമാണ്. അതിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കല്യാണം എങ്ങാനും മുടക്കാൻ ശ്രമിക്കുകയാണെങ്കിലേ ഇവിടുന്ന് പുറത്തു പോ. അയ്യോ, കണ്ട പാവം എന്ന് തോന്നുന്ന അവനിക്ക് ഇത്രയും ടാലന്റ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇതുകൊണ്ടല്ലേ വസന്ത പറയുന്നത് മിന്നിക്കളിക്കുന്നതെല്ലാം പൊന്നല്ലെന്ന്. മുരളി സാറേ, ഇനിയിപ്പോ സാറിന്റെ പെങ്ങളെയും കൊണ്ട് പോയാട്ടെ.
ചോദിച്ചാലും നിനക്ക് നീതി വാങ്ങി തരുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ വന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാവരും ഒരുമിച്ച് എന്നെ എതിർക്കുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. വേദവതി അമ്മ നിഹാരിക പറയുന്നത് വിശ്വസിച്ച് നിന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കീറിക്കളഞ്ഞു എന്ന് കരുതി നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മോളെ. നമുക്ക് ചെന്നൈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച് മറ്റൊരു സർട്ടിഫിക്കറ്റ് അയക്കാനുള്ള റിക്വസ്റ്റ് കൊടുക്കാം മോളെ. ഇനി ഒരു സർട്ടിഫിക്കറ്റ് കിട്ടില്ല ഏട്ടാ. ഒരു കോപ്പി ചോദിച്ചാൽ അവർ തരും മോളെ. മുമ്പൊരിക്കലും ഇതുപോലൊരു ആവശ്യം ഞങ്ങൾക്കിടെ വന്നപ്പോ ഏട്ടൻ ചെന്നൈയിലേക്ക് വിളിച്ചിരുന്നു. ചെന്നൈയിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് മറ്റൊരു കോപ്പി അയക്കാൻ പറയാന്നേ. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അയച്ചു തരാവോ? അഡ്രസ് പറയാൻ സർ, നോട്ട് ചെയ്തോളൂ. അതയക്കാൻ കഴിയില്ലല്ലോ സാറേ. ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു ഫയർ ആക്സിഡന്റ് നടന്നു. റെക്കോർഡ്സ് മൊത്തം കത്തി എറിഞ്ഞു പോയി. സർ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഡാറ്റ ഉണ്ടാവില്ലേ? റെക്കോർഡ്സ്, സിസ്റ്റംസ് എല്ലാം കത്തി എറിഞ്ഞു പോയി. എന്റെ ജാതകം എന്താ ഇങ്ങനെ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടാ. എന്തെങ്കിലും നല്ലത് സംഭവിക്കുമെന്ന് വിചാരിക്കുന്നതിനുള്ളിൽ എനിക്ക് മോശം സംഭവിച്ചിരിക്കും. നിങ്ങളോട് ഞാനൊരു സത്യം പറയട്ടെ ഏട്ടാ. ഞാൻ കണ്ട നല്ല സ്വപ്നങ്ങളില് ഒന്നുപോലും ഇത്രയും കാലത്തിനിടയിൽ സത്യമായിട്ടില്ല. ഞാൻ കണ്ട ദുസ്വപ്നങ്ങൾ പക്ഷേ മുടങ്ങാതെ നടക്കാറുണ്ട്. അതാ എന്റെ തലയിലെടുത്ത് അവന് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവള്, അപമാനങ്ങള് സഹിക്കാൻ വേണ്ടി ജനിച്ചവള്, കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ വേണ്ടി ജനിച്ചവൾ. ഒരു കാര്യം ചെയ്യാം മോളെ, ഉടൻ ചെന്ന് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ടെമ്പററി കല്യാണം നമുക്ക് നീട്ടിവെക്കാം. അതിന്റെ ഉള്ളിൽ ശ്രീകറിന് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നടന്നല്ല അവരോട് പറയാം. ഇങ്ങനെ ഒരു സമയത്ത് ഇതല്ലാതെ മറ്റൊരു വഴിയില്ല മോളെ. എന്റെ കുടുംബത്തെ ഒരിക്കലും സ്റ്റേഷനിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം കെട്ടിയ എന്റെ താലിയിൽ മാത്രം വിശ്വാസം. എന്റെ കുടുംബത്തെ ഒരിക്കലും കോടതി പടിയിൽ കയറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഏട്ടാ. ദൈവം തന്നെ നീതി കാണിക്കുമെന്നുള്ള വിശ്വാസത്തില ഞാൻ. നീ ആലോചിച്ചൊന്നും തെറ്റല്ല മോളെ. പക്ഷേ സിറ്റുവേഷൻ നിന്റെ കൈവിട്ടു പോകുമ്പോ നീതിക്ക് വേണ്ടി നീതിപീഠത്തെ ആശ്രയിക്കുന്നത് തെറ്റല്ല മോളെ. വേണ്ട ചേട്ടാ, അതൊരിക്കലും ഞാൻ ചെയ്യില്ല. ചെയ്യണമായിരുന്നെങ്കിൽ ചേച്ചി ഇത് പറഞ്ഞപ്പോഴേ ഞാനത് ചെയ്തേനെ. നിങ്ങളുടെ വാക്കുകളെ എതിർക്കുന്നതിന് എന്നോട് ക്ഷമിക്കണം. നിന്റെ കാര്യത്തില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു മോളെ. ഞാൻ വിളിച്ചപ്പോഴേക്കും വന്നില്ലേ? എനിക്ക് വേണ്ടി അവരുമായിട്ട് വഴക്കായില്ലേ? പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്തില്ലേ? കൂടെ പിറന്നവര് പോലും അവരവരുടെ നേട്ടവും ലാഭവും നോക്കുന്ന ഈ കാലത്ത് നിങ്ങളെപ്പോലെ വേറെ ആര് വരാനായിട്ടാ? നിങ്ങൾ വെറുതെ വിഷമിക്കരുത്. പിന്നെ ആ കല്യാണം നീ ഇനി എങ്ങനെ തടയുമെന്നാ? അവസാന നിമിഷം വരെ എനിക്ക് പറ്റുന്നതെല്ലാം ഞാൻ ചെയ്യുവേട്ടാ. എന്റെ ഏട്ടനെ രക്ഷിക്കാൻ എന്റെ മുന്നില് എത്ര മാർഗങ്ങളുണ്ടോ അതെല്ലാം ഉപയോഗിച്ച് ഞാൻ പോരാടും. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ധർമ്മം അന്തിമ വിജയം കാണുമെന്നും അധർമ്മം അവസാനിക്കുമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിരുന്നാലും നല്ലവർ എപ്പോഴും പരീക്ഷണം നേരിടും. ആ പരീക്ഷണങ്ങളെ മറികടക്കണം. മോൾക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചേച്ചി നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നമുക്ക് പോയാലോ? ഞാൻ പോയിക്കോളാം. നിങ്ങൾ പോയിക്കോളൂ ഏട്ടാ. അതല്ല മോളെ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കുഴപ്പമില്ല ഏട്ടാ, ഞാൻ പോയിക്കോളാം. ശരി മോളെ, ശ്രദ്ധിക്കണേ. എന്റെ മാരേജ് സർട്ടിഫിക്കറ്റ് നിന്റെ കല്യാണത്തിന് തടസ്സമാകുന്ന ആയുധമാണെന്ന് അറിഞ്ഞിട്ടല്ലേ നിഹാരിക നീ ഇത് ചെയ്തത്? ഇതിന് നീ അനുഭവിച്ചിരിക്കും.
അവനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം നീ നല്ല ഹാപ്പിയാന്ന് തോന്നുന്നല്ലോ. അല്ലാതെ പിന്നെ വലിയൊരു ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലേ. എന്ത് സന്തോഷം ഉണ്ടെന്ന്. അവന് ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുവാ ഞാനിവിടെ. വേദ, നീ പറഞ്ഞ പോലെ നിഹാരിയോട് ഈ സ്റ്റേജിൽ നമ്മള് കുറച്ച് ധൈര്യമായിട്ടിരിക്കാൻ പറയണം. നീ ഒന്ന് വന്നേ. അതെന്താ മോളെ, അവന് വീണ്ടും വീട്ടിലേക്ക് കയറി വന്നോ? സാധാരണ വരവല്ല. ശ്രീകരനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് അവളുടെ കയ്യിലൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതും പിടിച്ച കേറി വന്നത്. ആ സർട്ടിഫിക്കറ്റിന്റെ കൂടെ ഏതോ ഒരു ചേട്ടനെ അവള് കൂടെ കൊണ്ടുവന്നു. ചേട്ടനോ? അതെ ഗൗതമി, അവളുടെ ഭർത്താവിനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വാശി കൈവിടാത്ത വിക്രമാദിത്യനെ പോലെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അവള്. അല്ല, സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തോ? കാണിച്ചു കൊടുക്കലും അതിനെക്കുറിച്ച് വാദിക്കലും ലാസ്റ്റ് സ്റ്റേജില് അമ്മയെ അച്ഛനെ വിശ്വസിക്കലും എല്ലാം കഴിഞ്ഞു. ആ സർട്ടിഫിക്കറ്റ് ഒരു ശക്തമായ തെളിവായി കണ്ട് വിശ്വസിച്ച് വേദവതി അമ്മയും ശ്രീകരന് ആദ്യം താലി കെട്ടിയ ആവനെയല്ലേ ശ്രീകരന് സ്വന്തം ആകേണ്ടതെന്ന് ഡിക്ലെയർ ചെയ്യേണ്ട അവസ്ഥ വരെ എത്തി. എന്നിട്ട് നീ എന്താ ചെയ്തത് മോളെ? അവനെ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ശക്തമായി എനിക്കെതിരെ പോരാട്ടം നടത്തി വിജയം നേടിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കരുതലോടെ ശ്രീകരന്റെ എന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വച്ചിരുന്നു. ആ സർട്ടിഫിക്കറ്റ് എടുത്ത് ഉപയോഗിച്ചു. ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളൊന്നും അബദ്ധത്തിൽ പോലും വിശ്വസിക്കില്ല. ഞാൻ തയ്യാറാക്കിയ വ്യാജ സർട്ടിഫിക്കറ്റ് കണ്ട് വിശ്വസിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേദവതി കീറിക്കളഞ്ഞവരുടെ മുഖത്തേക്ക് എന്നെ എറിഞ്ഞു കൊടുത്തു. ഇനി ആ ആവനി എന്തൊക്കെ തെളിവുകൾ കൊണ്ടുവന്നാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. താലി കാണിച്ചിട്ട് വിശ്വസിച്ചില്ല, മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടും വിശ്വസിച്ചില്ല. ഇതിനേക്കാൾ സ്ട്രോങ് ആയ തെളിവുകള് ഇനി എന്തുണ്ടാവാനാ? അവനുടെ കൈയും കാലും നീ കെട്ടിയിട്ടല്ലോ നിഹാരിയെ, അത് കൊള്ളാം. ഞാനും ശ്രീകരേട്ടനും ഭാര്യയും ഭർത്താവും ആകുന്നത് വരെ അവനെയും ശ്രീകറും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന കാര്യം എന്തൊക്കെ സംഭവിച്ചാലും പുറത്തു വരാതെ ഞാൻ മാനേജ് ചെയ്യണം. ആ ടാസ്ക് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞ ആവനിക്ക് അവളുടെ ഭർത്താവിനെ എനിക്ക് വിട്ടുതരേണ്ടി വരും. ശ്രീകരനോടൊപ്പം ബാക്കിയുള്ള ജീവിതകാലം എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാം. അങ്ങനെ ആവട്ടെ. ശരി, എന്നാ ഞാൻ വെക്കട്ടെ. ശരി മോളെ. ബൈ. ഇവരെല്ലാം കേട്ട് കാണൂ. ചതിക്കുകയായിരുന്നല്ലേ? ചെറിയ ചതിയൊന്നുമല്ല, വലിയ വിശ്വാസവഞ്ചന. ഞങ്ങളുടെ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. അത് പിന്നെ അമ്മ, അത് അതേ മോളെ, ആവന് ചെയ്തത് ചെറിയ ചതിയൊന്നുമല്ല. അവള് കാണിച്ച വിശ്വാസവഞ്ചന അത്ര ചെറുതാക്കി കാണാനും വയ്യ. എന്റെ കാര്യമൊക്കെ ഇവര് പറയുന്നെന്ന് കരുതി പേടിച്ചു പോയല്ലോ ഞാൻ. അവന് ചെയ്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അതിനെന്താ പറഞ്ഞു? നീ ആരോടായിരുന്നു സംസാരിച്ചത് മോളെ? കല്യാണമെന്നും ഭർത്താവെന്നും ഒക്കെ ഞങ്ങൾ വരുന്നതിന് മുൻപ് ആരോട് പറയുന്നത് കേട്ടു. അതൊന്നുമില്ല അച്ഛാ. അവന് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് അമ്മയോടും അച്ഛനോടും ഒന്ന് വിളിച്ചു പറഞ്ഞതായിരുന്നു ഞാൻ. അവന് കാരണം കല്യാണത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് കരുതി നീ പേടിക്കണ്ട മോളെ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഫേക്ക് സർട്ടിഫിക്കറ്റിന്റെ കാര്യം നീ പുറത്തു പറഞ്ഞത് നന്നായി. അവന് കാണിച്ച ചതി ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ നിന്നോട് അനീതി കാണിക്കേണ്ടി വന്നേനെ. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ശ്രീകറുമായിട്ടുള്ള നിന്റെ കല്യാണം നടന്നിരിക്കും. മോൾ ഒന്നിനെ കുറിച്ചും ആലോചിച്ച് വിഷമിക്കേണ്ട. എല്ലാം ശരിയാവും. ധൈര്യമായിട്ടിരിക്കും. ശരി അമ്മ. തള്ളയും കൊള്ളാം, തന്തയും കൊള്ളാം.
ഒറ്റയ്ക്ക് വരുന്നേ? നിന്നെ കൊണ്ടുപോയ മുരളി എവിടെ? അവൻ പോയോ? ഞാനാ പോകാൻ പറഞ്ഞത്. പോവാൻ പറഞ്ഞെന്നോ? അവിടെ എന്താ നടന്നത്? മുരളി അവരോടൊക്കെ സംസാരിച്ചോ? മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുത്തോ നീ? സംസാരിച്ചു. എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കാണിച്ചു കൊടുത്തു. കോടതിയിൽ ഒരു വക്കീല് പോരാടുന്നത് പോലെ പോരടിച്ചു. അവര് മുരളി പറഞ്ഞത് വിശ്വസിച്ചോ? എന്റെ വിശ്വാസം വേദവതി അമ്മ വളരെ നിസ്സാരമായിട്ട് കീറിക്കളഞ്ഞു. ഈ പേപ്പറിലുള്ളത് എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളൊന്നും അബദ്ധത്തിൽ പോലും വിശ്വസിക്കില്ല. അതാ നടന്നത്. നിന്റെ താലി, ആ സർട്ടിഫിക്കറ്റ്, മുരളിയുടെ വാക്കുകള്, ഒന്നും ഒരു കാര്യങ്ങളും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് മനുഷ്യരോ അതോ രാക്ഷസന്മാരോ? ഏത് ഗണത്തിൽപ്പെടും അവര്? പ്രധാനപ്പെട്ട തെളിവുകൾക്ക് പോലും വില കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്തിനാ അവര് വില കൊടുക്കുന്നേ? അതിർത്തിയിൽ ശത്രുക്കളെ കീഴടക്കുന്ന പട്ടാളക്കാരനായ മുരളി വരെ അവരുടെ മുന്നിൽ തോറ്റുപോയെങ്കിൽ ഇനി അവരെ തോപ്പിക്കാൻ ആർക്ക് പറ്റും? നീ ഇനി എങ്ങനെ ജയിക്കും? ആവശ്യം വന്നപ്പോ അവര് പറഞ്ഞു നീ അവർക്ക് എല്ലാം എന്ന്. ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ ഓരോന്ന് പറഞ്ഞ് നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. വെറും സ്വാർത്ഥര് മാത്രം അവരൊക്കെ. ചേച്ചി വെറുതെ വിഷമിക്കരുത്. ഇനി സമയമുണ്ടല്ലോ. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇനി സമയമുണ്ടെന്നൊക്കെ എന്ത് ധൈര്യത്തിലാ നീ സംസാരിക്കുന്നേ? ശരിക്കും നിന്റെ വിശ്വാസം എന്താ? വിശ്വസിച്ച് ചതിക്കപ്പെടുന്നതല്ലാതെ വേറെ എന്താ നിനക്ക് ബാക്കിയുള്ളത്? വിശ്വാസമില്ലാത്ത സ്നേഹവും വിശ്വാസമില്ലാത്ത പ്രേമവും നിലനിൽക്കില്ല. അതുപോലെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ ബന്ധത്തിനും ശക്തി കാണില്ല. അതെ, എന്ത് കണ്ടിട്ടാ നീ ഇത്രയൊക്കെ വിശ്വസിക്കുന്ന എന്നാ ഞാൻ ചോദിക്കുന്നേ? ഇത് കണ്ടിട്ട് എന്റെ കഴുത്തിലെ ഈ താലിയില് എനിക്ക് വിശ്വാസമുണ്ട്. പോർക്കളത്തിൽ ആയുധമേന്തി ഇറങ്ങുമ്പോ അർജുനനുള്ള വിശ്വാസം, അഗ്നി പരീക്ഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് സീത കാണിച്ച വിശ്വാസം, താലി കെട്ടിയ പുരുഷൻ ആ താലി ആരുടെ കഴുത്തിൽ കെട്ടിയോ അവരെ സ്വന്തമാക്കുന്നതാ വിവാഹധർമ്മം. ആ ധർമ്മത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആ ധർമ്മം തന്നെ എന്നെയും എന്റെ ഭർത്താവിനെയും ചേർത്ത് വെക്കും. തീർച്ചയായിട്ടും ചേർത്ത് വെക്കും. എന്തിനാ വിളിച്ചതമ്മേ? ശ്രീകർ, നിഹാരിക രണ്ടാളും വന്ന് അടുത്തടുത്തിരുന്നോളൂ. നിങ്ങള് രണ്ടാളും കല്യാണ മണ്ഡപത്തില് ഇതുപോലെ തന്നെ ഇങ്ങനെ അടുത്തടുത്തിരിക്കേണ്ട സമയം ആഗതമായിരിക്കാണ്. മറ്റന്നാളാണ് കല്യാണം. ഘട്ടമനേനി എന്ന കുടുംബത്തിലേക്ക് വേദവതി അമ്മയുടെ അതേ ജാതകത്തിൽ പിറന്ന മരുമകള് എപ്പോ വരുമെന്ന് കരുതി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയം ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ കല്യാണം ഗ്രാൻഡായിട്ട് തന്നെ നടത്തണം. എന്നിരുന്നാലും നമ്മൾ മുമ്പ് കരുതിയിരുന്നത് പോലെ കല്യാണത്തിന് കുറെ ആളുകളെയോ നമ്മുടെ ബന്ധുമിത്രാദികളെയോ മറ്റാളുകളെയോ ഒന്നും തന്നെ വിളിക്കുന്നേയില്ല. അതെന്താ അമ്മേ? ആവന് കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കല്യാണക്കാര്യത്തില് ഓരോരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നാളെ അവിടെ വെച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച നമ്മുടെ കുടുംബത്തിനല്ലേ അതിന്റെ ചീത്തപ്പേര്.